ഗൈസ്, വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. ഇന്നത്തെ എൻ്റെ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇന്ന് നമ്മുടെ മലബാറുകാർ, അതായത് മലബാറുകാരിൽ മുസ്ലിം വിഭാഗക്കാർ, നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നടത്തുന്ന ഒരു കല്യാണമാണ്, അരിക്കുത്ത് കല്യാണം എന്ന് പറയും. കഴിഞ്ഞ ദിവസമേ അമ്മ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ, ഷത്തേൻ്റെ അമ്മ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ സുഹറാത്തേൻ്റെ മോളെ കല്യാണത്തിനോടനുബന്ധിച്ച് അരിക്കുത്ത് കല്യാണം ഉണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അമ്മ ഈ അരിക്കുത്ത് കല്യാണം? അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അമ്മയ്ക്കും അറിയില്ല എന്താണ് അരിക്കുത്ത് കല്യാണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഈ അരിക്കുത്ത് കല്യാണം എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം അവർ വരും, കല്യാണത്തിൻ്റെ ഈ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നിങ്ങളിതിൽ കണ്ടിട്ടുണ്ടോ, ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണോ നിങ്ങളെ നാട്ടിൽ നടത്താറുള്ളത് എന്നുള്ളതും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സുഹറാത്തിയും പിള്ളേരും 3 മണിയാകുമ്പോഴേക്കും എത്താന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റ് ആക്കിയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നേ. വല്യച്ഛൻ കേട്ടിട്ടുണ്ടോ ഈ അരിക്കുത്ത് കല്യാണം? ഇല്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? എന്താന്നുള്ള ഐഡിയ അറിയോ? എന്തെങ്കിലും ഐഡിയ ചടങ്ങായിട്ടാണ് കാണുന്നത്, കേട്ട വിവരത്തിൽ പ്രകാരം. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം അല്ലേ? നോക്കണം. അമ്മയ്ക്ക് അറിയോ അരിക്കുത്ത് കല്യാണം എന്താന്ന്? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം, ആദ്യമായിട്ട് കാണുകയും ചെയ്യാം. ഇവിടെ വന്നിട്ട് അത് കണ്ടിട്ട് അഭിപ്രായം പറയാം അല്ലേ? നീ എന്താണ് അരിക്കുത്ത് കല്യാണം? ഈ കുത്താൻ വേണ്ടി നിൽക്കണോ? ഏയ്, അടിക്കാനല്ല. എന്താണ് അരിക്കുത്ത് കല്യാണം? വല്യമ്മ, എന്താ ഈ അരിക്കുത്ത് കല്യാണം? സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിണ്ടല്ലോ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടോ. അരി കുത്താനുള്ള ഒരലും അതുപോലെ ഒലക്കയും ആദ്യമേ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മക്കളൊക്കെ ഡ്രസ്സ് മാറ്റി വരുന്നത് കാണാൻ ഒരു പ്രത്യേക അഴകായിരുന്നു. ആ വരുന്നതാണ് നമ്മുടെ മണവാട്ടി സുഹറാത്തയുടെ മോള്. ആ റെഡ് നല്ല ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു. മുല്ലപ്പൂവും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരലിൻ്റെയും ഒലക്കയുടെയൊക്കെ മുകളിൽ ചുറ്റി വെച്ചു. നൂല് വെച്ചിട്ട് കെട്ടിയിട്ട് ചുറ്റി വയ്ക്കാനാണ് ശ്രമിച്ചത്. സെല്ലോ ടൈപ്പ് ആകുമ്പം എടുത്ത് കാണിക്കല്ലോ എന്ന് വിചാരിച്ചു. നൂലായപ്പോൾ വലിയ കുഴപ്പമില്ല, അത് അവിടെ തൽക്കാലം നിന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോഴേക്കും ലൈറ്റ് പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ല, നമുക്ക് വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റി. അപ്പം ഈ മുല്ലപ്പൂ കൊണ്ടുവന്നിട്ട് അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒലക്കേൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്. അതുപോലെ ഒരലിൻ്റെ മുകളിലും ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അത് കാണും മോനെ, ആ കളർ അവിടെ വെച്ചോ, ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ, അവിടെ വെച്ചോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടോ. ഒരലിൻ്റെ മുകളിലും ഒലക്കേൻ്റെ മുകളിലും ചുറ്റി വെക്കാൻ നോക്കിയ സമയത്ത് ഒലക്കേൻ്റെ മുകളിൽ കറക്റ്റായിട്ട് മുല്ലപ്പൂ നിന്നു. ഒരലിൻ്റെ മുകളിൽ നിൽക്കുന്നില്ല. അതിൻ്റെ മുകളിൽ നിന്ന് മുല്ലപ്പൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് വീണുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് നീറ്റു. ഇതിൽ എന്തൊക്കെയാ ഉണ്ടാവുക ഈ കല്യാണത്തിന്? ഈ കല്യാണത്തിലൊരു പഴയ ഒരു കാലത്തുള്ള ഒരു കല്യാണം, അങ്ങനെയുള്ള ഒരു ഇതാണ് ഈ കല്യാണത്തിന്റെ. പിന്നെ പാട്ട്, ഒപ്പനയൊക്കെ ഉണ്ടാവോ? ഒപ്പന രാത്രി കുട്ടികളെ കളിയൊക്കെ ഉണ്ട്. ആണല്ലേ? ഇവിടുന്നല്ലേ പാട്ട്, വലിയൊരു ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. അപ്പൊ നിങ്ങൾക്ക് സ്ഥിരമായിരിക്കും അല്ലേ ഇത്? ആണോ? പണ്ടത്തെ മോഡല് കല്യാണം എന്നുള്ളൊരു ഉദ്ദേശം. അതെ. ഈ ഒരു ഡ്രസ്സിങ് അടിപൊളിയായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് ആ വൈറ്റിലേക്ക് ഈ റെഡ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല പാട്ട് പാടുന്ന ഞാൻ അറിഞ്ഞല്ലോ. നല്ല പാട്ടാണ്, അടിപൊളിയായിട്ട്. എന്നൊരു പാട്ട് പാടിത്തരോ? ഞാൻ മിണ്ടൂലേ, തെറ്റുമില്ല. മോൻ പാടുവോ? ഉണ്ടല്ലോ, ഞാൻ കേൾക്കലുണ്ടല്ലോ. രാവിലെ സ്കൂളിൽ പോണതിന് മുന്നേ പാടല്ലേ? ചേർത്തില്ല? എന്താ ചേർത്താത്ത? സ്കൂളിൽ പോണോ മോന്? ആ ഡോർ അടിച്ചിടണോ?
റെഡി റെഡി 1 2 3 എല്ലാവരും നോക്കി എപ്പോഴല്ലേ അങ്ങോട്ട് Ready, 1, 2, 3. Okay. എന്താ അരിക്കുത്ത് കല്യാണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒന്നുമില്ല, നമ്മുടെ അരി ജസ്റ്റ് ഒന്ന് ഉരലിലേക്ക് ഇട്ടിട്ട് കുത്തുന്ന വരി കാണിക്കും. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. അങ്ങനെ അപ്പം നമ്മൾ മാറി മാറി ഓരോരുത്തരായിട്ട് പിന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ തുടങ്ങിയേ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ നാട്ടിലെ കല്യാണത്തോടനുബന്ധിച്ച് ഇതുപോലുള്ള ആചാരങ്ങളാണോ നടത്താറുള്ളത്, അല്ലെങ്കിൽ വേറെ വല്ല ആചാരങ്ങളോ ഇനിയും ഉണ്ടോ? അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം മറ്റൊരു പുത്തൻ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.